ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ബ്ലൗസുകൾ ഒക്കെ തയ്ക്കാൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ പിന്നെ ബ്ലൗസ് തയ്ക്കാൻ കൊണ്ടുവന്നപ്പം ക്രോസ് കട്ടിങ്ങിൻ്റെ ബ്ലൗസാണ് കേട്ടോ അവർ തയ്ച്ചിരുന്നത്. അപ്പോൾ എനിക്കത് തയ്ച്ചിട്ട് പിന്നെ വലിയ പരിചയമൊന്നുമില്ല കേട്ടോ. ഞാൻ തയ്ച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റായിട്ട് എനിക്കൊരു ബ്ലൗസ് ഞാൻ വെട്ടിയിട്ട് അത് നാശമായത് കാരണം പിന്നെ ഞാൻ ക്രോസ് കട്ടിങ്ങിൻ്റെ ബ്ലൗസ് തയ്ച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിരുന്നു ഇത് ക്രോസ് കട്ടിങ്ങിൻ്റെ ബ്ലൗസ് എനിക്ക് തയ്ക്കാൻ പറ്റൂല എന്ന് കേട്ടോ. അപ്പോൾ അവർ കുഴപ്പമില്ല, സാധാ ബ്ലൗസ് തയ്ച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നിട്ട് പോയിട്ടോ. അപ്പോൾ അവരെ അമ്മക്കൊരു ബ്ലൗസും ചേച്ചിക്കൊരു ബ്ലൗസും അങ്ങനെയാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ലൈനിങ് വെച്ചിട്ട് തയ്ക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഒക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തയ്ച്ച് പിന്നെ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവർ വന്ന് ഇട്ടൊക്കെ നോക്കിയപ്പം ബ്ലൗസൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ പറഞ്ഞിരുന്നു കേട്ടോ, പിന്നെ നന്നായിട്ട് ബ്ലൗസ് നന്നായാൽ ഒരെണ്ണം കൂടി കൊണ്ടുവരും ഒരമ്മൻ്റെ ബ്ലൗസ്. ഒരമ്മ നാട്ടിലുള്ളതാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ ഒരെണ്ണം കൂടി തയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഒരെണ്ണം കൂടി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. പിന്നെ അതും കൂടി തയ്ച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് തയ്ക്കാൻ കൊണ്ടുവന്ന് തരുമ്പോൾ അറിയാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളപ്പോൾ തന്നെ കഴിഞ്ഞാൽ അപ്പോൾ അതാണ് തരും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അറിയാത്ത കാര്യങ്ങൾ വെട്ടിയിട്ട് അടിച്ചിട്ട് ഇത് കൊളാക്കുന്നതിനേക്കാളും നല്ലതല്ല. അപ്പോൾ അവർക്ക് വേണ്ട സാധാ കട്ടിങ് ക്രോസ് കട്ടിങ്ങിൻ്റെ തന്നെ തയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ തിരിച്ച് കൊണ്ടുപോയിക്കോട്ടെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വാങ്ങി വെച്ചു കേട്ടോ. പിന്നെ അവർ ഇവിടെ അവർ നൈറ്റിയും 4 നൈറ്റിയൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തയ്ച്ച് കൊണ്ടുപോയപ്പം അവരുടെ അടുത്തുള്ളവരൊക്കെ കണ്ടിട്ട് വേറൊരു ഫാമിലിയും കൂടെ വന്നു കേട്ടോ. അപ്പോൾ അവർ വന്നിട്ട് ഒരു 7 നൈറ്റി തുണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരെ അമ്മൻ്റെ ബ്ലൗസ് തയ്ക്കണേൻ്റെ ഇടയിൽ തന്നെ അവർ വന്നിട്ട് പിന്നെ ശനിയാഴ്ച വൈകുന്നേരം 3 മണിയാകുമ്പോഴേക്കിന് ചുരിദാർ ഒരെണ്ണം തയ്ച്ച് തരുമോ ചോദിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അർജൻറ്റ് പൊതുവെ ഞാൻ വാങ്ങിക്കാറില്ല, പിന്നെ ആദ്യമായിട്ട് കൊണ്ടുവരികയല്ലേ എന്നും പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ വാങ്ങിയിട്ടോ. എന്നിട്ട് 3 മണിയായപ്പോഴേക്കും തയ്ച്ചൊക്കെ കൊടുത്തു. പിന്നെ വന്നിട്ട് വേറൊരു റെഡിമെയ്ഡ് ചുരിദാറും കൂടി ഓപ്പൺ ആക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതും 2 ചുരിദാറും ഒക്കെ തയ്ച്ച് വൈകുന്നേരം ആയപ്പോഴേക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഇനി ഞങ്ങൾ താത്താൻ്റെ സ്ഥിരം കസ്റ്റമറാകാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കസ്റ്റമർ ആകണോണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാനിത് തയ്ച്ചിട്ട് നമുക്ക് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം അങ്ങനെ തയ്ച്ചൊക്കെ കൊടുത്തുട്ടോ. പിന്നെ ഒരു 3:30 ആയപ്പോഴേക്കും 2 ചുരിദാറും പിന്നെ റെഡിയാക്കി കൊടുത്തുട്ടോ. പിന്നെ അപ്പോൾ അവർ കല്യാണത്തിനൊക്കെ അത് ഇട്ട് നോക്കി നന്നായിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ കല്യാണത്തിനൊക്കെ പോയി വന്നതിന് ശേഷം പിന്നെയും വിളിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നൈറ്റി തുണി കണ്ടിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് എന്താ വർഷമല്ല തയ്ച്ചിരുന്ന ഒരു ചേച്ചി 4-5 ബ്ലൗസും കൂടി കൊടുത്തു വിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണം ആദ്യം തയ്ച്ചിട്ട് അത് നോക്കിയിട്ട് മറ്റേത് തയ്ക്കാമെന്നും പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ ആ ബ്ലൗസ് അത്യാവശ്യം വലിയ ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ ഞാനത് തയ്ക്കുമ്പോൾ ഒരെണ്ണം ഈ ചുമന്ന ബ്ലൗസ് തയ്ച്ചിട്ട് ഫ്രീ ആയി തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് തയ്ച്ചപ്പോൾ ഭയങ്കര കോൺഫിഡൻറ്റിൽ തയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ തയ്പ്പൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അരവണ്ണത്തിൻ്റെ ഒന്നിങ്ങനെ പിടിച്ചിങ്ങനെ നോക്കിയപ്പോൾ പിന്നെ അതിൻ്റെ അളവ് ബ്ലൗസാണ് കുറച്ച് വലിയതായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തോ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ടൈമിലായിരുന്നു. അപ്പോൾ ആ ബ്ലൗസിൻ്റെ അളവാണെന്ന് പറഞ്ഞിട്ട് ഈ ബ്ലൗസ് നല്ല ടക്കൊക്കെ പിടിച്ച് നോക്കി ഒക്കെ തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ തീരെ വലിപ്പമല്ല കേട്ടോ. പിന്നെ ഞാനത് അയച്ചെടുത്തിട്ട് പിന്നെ ഒരു സൈഡിലൊക്കെ ഏച്ചിട്ടൊക്കെ അങ്ങനെ ഒപ്പിച്ചിട്ടോ. ശരിക്കും ഞാനത് ശ്രദ്ധിക്കാതെ കൊടുത്തിട്ടിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അന്ന് പോയപ്പോൾ 2 നൈറ്റി ക്കുള്ള പൈസയൊക്കെ തന്നിരുന്നു ചേച്ചി കേട്ടോ. അപ്പോൾ അതും തയ്ച്ച് പിന്നെ അതിൻ്റെ നൈറ്റി വെട്ടി വെച്ചിട്ട് അതിലും അതേപോലെ തന്നെ ഞാൻ വെട്ടുമ്പോൾ ഒരെണ്ണം വെട്ടിയിട്ട് ആ തുണി തന്നെ അതിൻ്റെ മേലെ മറ്റേ തുണീൻ്റെ മേലെ അളവ് വെച്ചിട്ട് വെട്ടുമ്പോൾ അതേപോലെ തന്നെ ഫ്രണ്ട് കഴുത്ത് വെട്ടിയിരുന്നു മറ്റേ പീസിൽ കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരുപോലെ തുണിയിട്ടിട്ട് ഫ്രണ്ട് കഴുത്ത് വെട്ടി ഒരു
ഇത്തിരി വെട്ടിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. നൈറ്റീന് എപ്പോഴും നമ്മൾ വെട്ടി കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കഴുത്തിൻ്റെ ഇത് കട്ടാക്കുള്ളൂ. അപ്പോൾ ഈ നൈറ്റിയാണ് കേട്ടോ അത്. അപ്പം അധികം നീളമല്ലാത്ത കാരണം ഞാൻ ബാക്ക് പീസൊന്നും എടുത്ത് മേലെ കയറ്റി വെച്ചിട്ട് അങ്ങനെ ആ കഴുത്ത് വെട്ടിയെടുത്തു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അതിലും മാട്ടിപ്പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റി തുണിയൊക്കെ വെട്ടുമ്പോൾ മനസ്സ് ഫ്രീ ആയിട്ടും ടെൻഷനൊന്നും ഇല്ലാതെ വെട്ടാൻ നോക്കണം കേട്ടോ എപ്പോഴും. അപ്പോൾ ഞാൻ ഈ നൈറ്റീൻ്റെ അളവ് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇനി നൈറ്റി വേണമെന്നുണ്ടെങ്കിൽ അളവ് നൈറ്റി കൊണ്ടുവരണ്ടല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ അളവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കാക്ക പോകുന്ന സമയത്ത് ഇതൊക്കെ കൊടുത്തു വിടാനുണ്ട്. ഒരു ബ്ലൗസ് തയ്ച്ച് കൊടുത്താൽ അതേപോലെ തയ്ക്കാൻ വേണ്ടിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൊടുത്തു വിടുന്നുണ്ട് കൂട്ടത്തിൽ കേട്ടോ. അപ്പോൾ രാത്രി 9:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞ് ബാഗിലാക്കി വെച്ചിട്ട് വേണം പിന്നെ ചോറുന്നാനൊക്കെ കേട്ടോ. അപ്പോൾ രാവിലെ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതിനൊന്നും എനിക്ക് നേരം കിട്ടില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ചോറൊക്കെ തിന്നാൻ വെച്ചിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വീഡിയോ ഇട്ടാലും നമുക്ക് വ്യൂസും കാര്യങ്ങളൊന്നും അങ്ങനെ വരുന്നതേ ഇല്ല കേട്ടോ. പിന്നെ എന്തായാലും വീഡിയോ ഇടാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ വീഡിയോ ഇടാതെ നിൽക്കുമ്പോൾ എന്തോ പോലെ തോന്നും. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ക്ലേയും കാര്യങ്ങളൊക്കെ അതിലുള്ള വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിനൊന്നും ടൈമില്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.